പൊടിയാണ്, ഇത് ഇത് മല്ലിപ്പൊടിയാണ്, ഇത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഇത് ഉപ്പ്, ഇത് വെളിച്ചെണ്ണ, ഇതെല്ലാം ഇവിടെ വേണ്ടുന്നത്. ഇത് കറിവേപ്പില ഇത് ലാസ്റ്റ് ഇട്ടതാണ്. ഇതിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം ഈ ഉള്ളിയും വെണ്ടക്കയും പച്ചമുളകും എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഇത് എല്ലാം കൂടി ഇടും. ഇട്ടേ ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് അടുപ്പത്ത് വെക്കും. തക്കാളി ഉള്ളി എല്ലാം കൂടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇത് അടുപ്പത്ത് വെക്കട്ടെ. ഈ പച്ചമുളക് ഇതിലിട്ടു. ഇത് ലേശം ഒഴിക്കട്ടെ, കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെക്കട്ടെ, ഗ്യാസിൽ വെക്കട്ടെ. അടുപ്പത്ത് വെച്ച ശേഷം ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. വേഗം ചൂടാവട്ടെ വെച്ചിട്ടാണ് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ വെച്ചതിന് ശേഷം ഇടുന്നു. ഇത് മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി, മുളക് പൊടിയെല്ലാം നമ്മൾ ആവശ്യാനുസരണം ഇടുക എന്നല്ലാണ്ട് ഇത് ഉപ്പ്, കുറച്ച് ഉപ്പ് കൂടട്ടെ. ഉപ്പ് ഇതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് ഇത് ഇപ്പോൾ ആകുമ്പോഴേക്ക് ഞാനിപ്പം പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആരല്ലോ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ആരല്ലോ നല്ല കമൻറ്റ് ഇടുന്നുണ്ട് എൻ്റെ ഈ ചാനലിലേക്ക്. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നോട് ആത്മാർത്ഥമായിട്ട് ഇത്തിരി സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്ന ആൾക്കാർ എല്ലാം ഇന്നലെ 1-2 ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ നമ്പറിൽ വിളിച്ചായിരുന്നു. അവരോട് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചു. അവരും നല്ല രീതിയിലുള്ള സംസാരങ്ങളാണ് എനിക്ക് തന്നത്. അവരോടും എല്ലാം എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഓരോരോ സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു ഉറുമ്പ്, ഞാൻ എല്ലാവർക്കും ഓരോരാൾക്കും മറുപടി ഇടുമ്പോൾ കണക്ക് വിട്ടിട്ട് എത്തുന്നില്ല. എന്താ വെച്ചാൽ ഓരോ അക്ഷരം തിരിയുന്നില്ല, ചില സമയത്ത് അക്ഷരം മാറിപ്പോകുന്നു. അന്നേരം കുറേ പ്രാവശ്യം അടിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് എല്ലാവർക്കും കൂടി നമ്മൾ ഈ ചാനൽ ഏതായാലും അവർ കാണുന്നവരല്ല, അവർ കയ്യിൽ പറഞ്ഞു കൊടുക്കാതെ അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം നിങ്ങളെ കയ്യിൽ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പയർ കൃഷിക്ക് പയറിന് ഉറുമ്പ് വരുന്നതെന്നാണ് 1-2 ആളെ പരാതി. ഈ ഉറുമ്പ് വരുന്നതിനെന്താ വേണ്ടത് വെച്ചാൽ വേപ്പെണ്ണ മിശ്രിതമുണ്ട്, കടയിൽ വാങ്ങാൻ കിട്ടും, വളപ്പൂടിയിൽ വാങ്ങാൻ കിട്ടും. വേപ്പെണ്ണ മിശ്രിതം എന്നിട്ട് തന്നെ വാങ്ങിയാൽ അത് നമ്മൾ ഡയലൂട്ട് ചെയ്യൊന്നും വേണ്ട. അതിൽ 2 മില്ലി എടുത്തിട്ട്, പിന്നെ സാധാരണ വേപ്പെണ്ണ വാങ്ങി നമ്മളതിൽ സോപ്പ് പൊടി ഇട്ടിട്ട് എന്നാലേ അത് ഇളകി കിട്ടുമല്ലോ. ഈ കടയിൽ നിന്ന് വാങ്ങുന്ന വേപ്പെണ്ണ മിശ്രിതം എന്നിട്ട് വേപ്പെണ്ണ മിശ്രിതം എന്ന് പറഞ്ഞാൽ അവർ വേപ്പെണ്ണ മിശ്രിതം തരും, അത് നമ്മൾ ഡയലൂട്ട് ചെയ്യേണ്ട. അതെന്നാ വേണ്ടത് വെച്ചാൽ അതും ഒരു 2 മില്ലി അതെടുക്കുക. പിന്നെ കുറച്ച് കാന്താരി, കുറച്ച് പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലോണം അരിച്ചിട്ട് അതും എടുക്കുക. അതെടുത്തിട്ടാകുമ്പോൾ ഒരു മറ്റേതും കൂടി 4 മില്ലി എടുത്ത് 1 ലിറ്ററിൽ ഓരോ അതും 2 എടുക്കുക, ഇതും 2 എടുക്കുക. അങ്ങനെ 4 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലടിച്ചിട്ട് നല്ലോണം അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പും പോവും, പിന്നെ കീടങ്ങളെല്ലാം പോകും. എൻ്റെ മീനൊന്നും ഒരു കീടവും ഇല്ല, ഒരു കീടങ്ങളും ഇല്ല. അതുകൊണ്ട് വെച്ചാൽ ഞാൻ ഈ മറ്റുള്ള മരുന്ന് ആദ്യമേ കീടം വന്നിട്ട് അടിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് ആദ്യമേ ഞാൻ ഓരോരോ മരുന്ന് ഇങ്ങനെ ഈ ഇവിടെയുള്ള ഓരോ മരുന്നും ആദ്യമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഇട്ടേരെ അടിക്കുന്ന ഓരോ മരുന്നും അങ്ങനെ അടിച്ചതുകൊണ്ട് കീടങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് കീടം വരുന്നിടയ്ക്ക് അത് അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് എല്ലാം അങ്ങനെയാണ് ഉള്ളത്. അത് എന്നിട്ട് അത് എടുത്ത് അടിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം അടിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ 2 ദിവസം കൂടി കഴിയുമ്പോൾ ആദ്യം അടിക്കുക. ഉറുമ്പ് പോവും, ഒറ്റയടിക്ക് തന്നെ പോവും. കുറച്ച് മഞ്ഞളും കൂട്ടണം, അത് മറന്നുപോയി ഞാൻ പറയാൻ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടണം. മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെ കാന്താരിയും ഇതും കൂടി അരക്കുക. കാന്താരിയും വെളുത്തുള്ളിയും കൂടി അരക്കുക. കുറച്ച് കാന്താരി കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് നല്ലപോലെ അരക്കുക. അരച്ചിട്ടാകുമ്പോൾ പിന്നെ ഇനി അരക്കാൻ പറ്റില്ല അത്രയും ഉള്ളൂന്നുണ്ടെങ്കിൽ കുറച്ച് ചതുക്കിയിട്ട് നല്ലോണം ചതുക്കുക, നല്ലപോലെ കുത്തി ചതുക്കിയിട്ട് അതെടുത്ത് അത് അരിച്ച് അതും ഈ പിന്നെ കുറച്ച് 1 സ്പൂൺ മഞ്ഞളും ഇട്ട് അത് കലക്കിയിട്ട് 2 സ്പൂണ് ഈ വേപ്പെണ്ണ മിശ്രിതം എടുത്ത് അതും കൂടി കലക്കി നിങ്ങൾ അടിച്ച് കൊടുത്തു നോക്ക്. നല്ല ഒന്നും ഉണ്ടാവില്ല, ഉറുമ്പെല്ലാം പോയിക്കോളൂ. നിങ്ങൾ നോക്കിയിട്ട് എന്നോട് വിവരം പറയാം, അടിച്ച് കൊടുത്തിട്ട് നിങ്ങൾ വിവരം പറയാം. എൻ്റെ ഉറുമ്പോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഉണ്ട് ചോന്ന ഒരു ഉറുമ്പുണ്ട്, മുതിരി എന്ന് പറയുന്നത്. ആ മുതിരി വന്നു കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ അധികം കീടങ്ങൾ കയറില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കളയുന്നില്ല. അതിന് മരുന്നോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മരുന്ന് ഒറ്റ വാക്കിയിട്ടാവില്ല. അതുകൊണ്ട് ഞാൻ അത് അടിക്കലില്ല. അതിപ്പോൾ നല്ലോണം നിറഞ്ഞിട്ടുണ്ട് കാണുന്നത്. അത് ചപ്പുമ്മലെല്ലാം ഇങ്ങനെ ചുരുണ്ടുകൂടി രാസീമൊക്കെ ഒന്നിൻ്റെ ചപ്പ് മുഴുവൻ ചുരുണ്ടുകൂടിയിട്ട് അങ്ങനെ ഇലയിൽ തേച്ചുണ്ട്. പിന്നെ എന്നെ കടിച്ചിട്ട് കയറാൻ വിടില്ല, അങ്ങനെയുള്ള അവസ്ഥയായി പോകും.
അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് വലിങ്ങനെ മരുന്നടിക്കേണ്ടി വരലുമില്ല. ഇപ്പോൾ പയർ നട്ടിട്ട് പയറിന് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സൂക്കേടൊന്നുമില്ല. പിന്നെ അതിന് ഈ അരക്ക് എന്ന് പറയും, നമ്മളെല്ലാം അരക്ക് എന്നാണ് പറയുക. ഈ ഇങ്ങനെ തടവും ഇങ്ങനെ പറ്റി കിടക്കുന്ന ഒരു സാധനം അതാ അരക്ക് വന്നിട്ട് എന്നാണ് പറയുക. ആ സാധനം അതിനെല്ലാം ഇത് അടിച്ചു കൊടുത്താൽ തണ്ടുമ്പിലേക്ക് കൂടി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമ്മൾ കുറേ കഴിയുമ്പോൾ അതെല്ലാം ഉണങ്ങി ചുരുണ്ട് പോയിക്കോളും. അതുകൊണ്ട് നിങ്ങളത് 2-3 പ്രാവശ്യം അടിച്ചു കൊടുത്താൽ ഉറുമ്പ് പോകുന്നതിൽ ഒരു പ്രാവശ്യം അടിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. അതേപോലെ ഞാൻ ഇതിനിടയ്ക്ക് പിന്നെ വേപ്പെണ്ണ മിശ്രിതത്തിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഞാൻ അടിച്ച് മഞ്ഞളും എല്ലാം കൂട്ടി അടിച്ചു കൊടുത്തിട്ട് എൻ്റെ ആ വെണ്ടക്കല്ലിൽ ഇങ്ങനെ ചപ്പ് ഓട്ട വരുന്നത് ആ ഓട്ടയെല്ലാം പോയി. എന്തോ പുഴു തിന്നതാണത്, അതും പോയി. അതേപോലെ പിന്നെ ഈ വേപ്പെണ്ണ മിശ്രിതം അടിച്ചിട്ട് ഈ വെളുത്തുള്ളിയും ഇതും കൂടി മഞ്ഞളും പിന്നെ കാന്താരി കൂടി അടിച്ചിട്ടാണ് അത് പോയി. അതേപോലെ ഇപ്പം എൻ്റെ ഇപ്പം അങ്ങനെ ഒരു രോഗങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇനിയിപ്പം മുളക് കുരുട് വന്നിട്ടില്ല. കുരുട് വരുന്നതിനിടയ്ക്ക് തന്നെ ഞാനിങ്ങനെയുള്ള എല്ലാം ഉലുവേണ്ടതും അതും എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിനെ വരാൻ വിടുന്നില്ല. ഞാൻ എന്തെങ്കിലും കേട് വരണ്ടെങ്കിൽ അത് ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ അത് അടിച്ചു കൊടുക്കും. നമുക്കിത് വലിയ മുതലുള്ള സാധനമൊന്നുമല്ലല്ലോ. പൊടിയൊന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട, പൊടിയൊക്കെ കൊണ്ടുവരേണ്ട ഒന്നും വേണം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് അത് അടിച്ചു കൊടുത്താൽ അങ്ങനെ വലിയൊരു കീടങ്ങളൊന്നും വരുന്നില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒരാൾ പറഞ്ഞിട്ട് ഈ തക്കാളീൻ്റെ മണ്ട വാടിപ്പോന്ന് പൂത്ത് വരുമ്പോൾ പാടെന്ന് വെച്ചാൽ അത് വാട്ടരോഗമാണ്. അത് വാട്ടരോഗം വരാണ്ടിരിക്കേണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ മണ്ണിലാകുമ്പോൾ എന്തായാലും മണ്ണിൽ വരും, ഇതിനകത്തും വരും. തക്കാളി അല്ല ഈ ചകിരിച്ചോറ്റിനകത്തും വരും. അതെന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ വേപ്പും പിണ്ണാക്കൂട്ട് പിന്നെ കുമ്മായെല്ലാം ഇട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതായത് വാരിയിട്ടിട്ട് നടാൻ പാടുള്ളൂ. തൈ നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഉലുവ ചേർത്തിട്ട് ഉലുവേൻ്റെ ഉലുവ അരച്ചിട്ട് അതിൽ കഞ്ഞീൻ്റെ വെള്ളം കൂട്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെയുള്ളതെല്ലാം ഇടയ്ക്കിടയ്ക്ക് സീമക്കൊന്ന ഇതിൻ്റെ സീമക്കൊന്നയും പിന്നെ കറ്റാർവാഴ അങ്ങനെയുള്ളതെല്ലാം ഞാൻ ആദ്യം കലക്കി വെച്ച് കൊടുക്കുന്നു. അത് നടുമ്പേ ചെറുതാകുമ്പേ അങ്ങനെ ചെയ്തുകൊണ്ട് കൊടുക്കലുണ്ട്. അതുകൊണ്ട് ഇപ്പം എൻ്റെ പൂത്തുണ്ട്. ഇപ്പം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇനി വരുമെന്നുള്ള എനിക്ക് പറയാൻ കഴിയില്ല. വാട്ടരോഗം വന്നാൽ പിന്നെ അത് പിഴുതെടുത്ത് കളഞ്ഞിട്ട് ഇനി ആ കുഴിയിൽ അത് മറ്റുള്ളതിന് വരാതിരിക്കാൻ നോക്കുക. അതിന് മറ്റേന് നല്ലപോലെ പണിയെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. കഞ്ഞിവെള്ളവും പിന്നെ ഈ ഉലുവ കുതിർത്തിട്ട് അരച്ചിട്ട് അത് അടിച്ചു കൊടുക്കുക. അത് അടിക്കുകയും ചെയ്യുക. അത് അതിൻ്റെ വെള്ളം എടുത്തിട്ട് അടിച്ചും കൊടുക്കുക. കഞ്ഞിൻ്റെ വെള്ളവും ആ വെള്ളവും മഞ്ഞളും കൂട്ടിയിട്ട് അത് അടിച്ചും കൊടുക്കുക. ഈ ഉലുവയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടിക്കോ. മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളവും കൂട്ടിയിട്ട് പിന്നെ ഈ വെടിക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കിയിട്ടെ ഈ തക്കാളിക്ക് വരാണ്ടിരിക്കാൻ അതും കൂടി അടിച്ച് നിങ്ങൾ കലക്കി അടിയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വന്നതിനൊന്നും ചെയ്യാൻ കഴിയില്ല. വന്നത് പോയതന്നെ. ഇനി വരാണ്ടിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. മറ്റ് നമ്മൾ കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ അവരൊരു സൂഡോമോണസം കലക്കി ഒഴിക്കണം എന്നാണ്. സൂഡോമോണസം കലക്കി ഒഴിച്ചാലും ഒന്നും പോകുന്നില്ല. അതെല്ലാം അവർ വെറുതെ പറയാന്നല്ലാണ്ട് ആ ഫംഗസ് പോവില്ല. അത് വന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ നടുന്നതിലിടയ്ക്ക് തന്നെ ശ്രദ്ധിക്കുക. നല്ല ചകിരിച്ചോറ് തക്കാളിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. നല്ല കഴിഞ്ഞിടത്തേതൊന്നും എടുക്കണം. പുതിയ ചകിരിച്ചോറ് അതുകൊണ്ടൊന്ന് ഈ കുമ്മായോ ഈ എല്ലുപൊടി മറ്റേ വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം പിന്നെ കുറച്ച് ചാരവും എല്ലാം കൂടിയിട്ട് കുറച്ച് പൊടിവെള്ളവും എല്ലാം കൂടി കൂട്ടി ഇളക്കി അവിടെ ഒരു 3-4 ദിവസം അവിടെ വെച്ചിട്ട് ഒരാഴ്ച വെച്ചാലും സാരമില്ല. വെച്ചതിന് ശേഷം മാത്രമേ ഈ തക്കാളി നടാവൂ. എന്നാൽ ആ തക്കാളിക്ക് കേട് വരില്ല. വേപ്പും പിണ്ണാക്കുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. അത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വരും. പിന്നെ നമ്മൾ വരുന്ന പോലെ ഇതേപോലെ ഈ ഉലുവ അരച്ചിട്ട് അത് വെള്ളം കലക്കി ഒഴിക്കുക. കുറച്ച് ഉലുവേൻ്റെ വെള്ളം കുതിർത്ത വെള്ളം എടുത്ത് അടിച്ച് കൊടുക്കുക. കഞ്ഞീൻ്റെ വെള്ളം കൂട്ടി അടിക്കുക. അതുപോലെ കഞ്ഞീൻ്റെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉഷാറാവും. പിന്നെ ചാണകവും വെള്ളവും ഞാൻ ഈ പഞ്ചകോയം പോലെ ആക്കിയില്ലേ, ഇതിനിടയ്ക്ക് കലക്കി ആ ചാണകം വെള്ളം അത് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച എത്തുമ്പോൾ തന്നെ കലക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ നല്ല ഉഷാറായിക്കോളും. അത് ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ഇതാവില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടത്. ഇത് ആദ്യമേ ചെയ്യുന്നത് ഈ ഫംഗസ് വരുന്നത് അത് ഈ തക്കാളിക്ക് ഈ വാട്ടരോഗം വരുന്നത് പ്രധാനമാണ്. അതൊരു ഫംഗസിൻ്റെയാണ് അത് ആ വാട്ടരോഗം വരുന്നത്. അതിൻ്റെ അടിയിൽ വേര് ചീച്ചലാണ്. അതാണ് അതങ്ങനെ വരുന്നത്. അതുകൊണ്ട് അതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എങ്ങനെയത് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് പണിയെടുത്തിട്ടൊന്നും നന്നാവില്ല. അപ്പോഴത് പെയ്തതിന് വേറെ ഒന്നിനും ആക്കാൻ പാടില്ല. കത്തിക്കണം എന്നാണ് പറയുന്നത്. അത് വേറെ ഒരു മറ്റുള്ളതിനും മുട്ടാതെ വെച്ചിട്ട് ദൂരെ ചാടി നശിപ്പിക്കണം. എന്നിട്ട് ആ തൈയിൽ അതിൻ്റെ അകത്ത് നടണ്ടിക്കലും ആ സമയത്ത് പിന്നെ ഇപ്പൊന്നും അത് നടാൻ പാടില്ല. അത് നട്ട് വേറെ നമ്മൾ കുമ്മായം കൂട്ടി കുഴച്ച് അവിടെ വെച്ചിട്ട് മാത്രമേ പിന്നെ അത് നടാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ഇക്കാലത്തേന്ന് വെച്ചാൽ പുതിയ ചകിരിച്ചോറും പുതിയ ഇത് കൊടുത്തിട്ടാണ് ഞാൻ നട്ടത്. പിന്നെ മറ്റേ പഴയ ചകിരിച്ചോറിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ ഈ തക്കാളി ആകുമ്പോൾ വേഗം പോയി പോകും. ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ല. അതുണ്ടായാലും കുറച്ച് പുതിയ ചകിരിച്ചോറും കൂട്ടിയിട്ടാണ് നടല്. അങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഒരാൾ പറഞ്ഞാൽ ചകിരിച്ചോറിൽ നമുക്ക് ഡൽഹിയിലെല്ലാം നടാൻ പറ്റുമോ? ചകിരിച്ചോറിൽ ഗ്രോ ബാഗിൽ ചകിരിച്ചോറിൽ എങ്ങനെയാണ് നടന്നതെന്ന് പറയാൻ ചോദിച്ചു.
അത് ഗ്രോ ബാഗിൽ നടണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഈ ചകിരിച്ചോറ് നട്ടാൽ മതി. മറ്റു മണ്ണിലൊന്നും നിങ്ങൾ നടാൻ നോക്കണ്ട. ചകിരിച്ചോറ് നട്ടാൽ നിങ്ങൾക്ക് എത്ര ഏടെ വെടിക്കും നടാൻ കഴിയും. പച്ചക്കറി ഗൾഫ് രാജ്യത്ത് വരെ നടാൻ കഴിയും. ഗ്രോ ബാഗിൽ ചകിരിച്ചോറും വേപ്പം പിണ്ണാക്കും എല്ലുപൊടി പിന്നെ കുമ്മായോ കുറച്ച് ചാരം കിട്ടൂലെങ്കിൽ പിന്നെ പൊട്ടാസങ്ങാറ്റോ ഇടുന്നാൽ വാങ്ങിയിട്ട് പൊട്ടാസങ്ങാറ്റോ ഇടുന്നാൽ ചാരത്തിന് പകരം അതും കൂടി ഇട്ട് ഇപ്പോൾ ആരും അടുപ്പ് കത്തിക്കില്ലല്ലോ, നമ്മൾ വീടിനെല്ലല്ലേ കത്തിക്കുള്ളൂ. അതുകൊണ്ട് ചാരം കിട്ടൂല്ലെങ്കിൽ കുറച്ച് പൊട്ടാസ് വാങ്ങിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുഴച്ച് അവിടെ ആക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൽ കുറേശ്ശെ എല്ലാം അങ്ങനെ നട്ടാൽ മതി. നിങ്ങൾക്ക് വിടുന്നിടത്തോളം എത്ര ആഴ്ച നട്ട് കഴിഞ്ഞ് ഏത് രാജ്യത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നടാൻ കഴിയും. പച്ചക്കറി നടാൻ കഴിയും. പിന്നെ വേനൽക്കാലം അവിടെയെല്ലാം നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ നല്ലപോലെ വെള്ളം അടിച്ചു കൊടുക്കണം. മേലെയും താഴെയും നല്ല മുകളിലേക്ക് കൂടി. ഞാൻ ഇങ്ങോട്ട് പച്ചക്കറിക്ക് വെള്ളം നനയ്ക്കുന്നത് വെച്ചാൽ ഈ ബാഗിൽ മാത്രമല്ല നനക്കുക, അതിൻ്റെ നമ്മൾ എപ്പോൾ നട്ട് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കൂടി വെള്ളം വയ്ക്കും. എന്നുവെച്ചാൽ അധികം അണുക്കളുണ്ടാവില്ല. എല്ലാ അണുക്കളുണ്ടെങ്കിൽ പാറിപ്പോകേണ്ടതെല്ലാം അങ്ങ് പോവും. നല്ല ശരിക്ക് നല്ല സ്പ്രേ ചെയ്തിട്ട് നല്ല ശരിക്ക് ഒരു ദിവസം വെള്ളം ഒരു നേരം അടിക്കുമ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ വെള്ളം അടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അടിക്കുന്നത്. അതേപോലെ സ്പ്രേ അടിച്ച് പന്തലുമ്പോൾ കഴിഞ്ഞാൽ പന്തൽ നിറച്ചും കയറ്റി ഇങ്ങനെ പാറ്റി അടിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഇതിന് അത്ര വലിയ കുഴപ്പമില്ലാത്തത്. അതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങനെ എല്ലാവരും ഓരോ ആളുകളും കണ്ടില്ലേ, പഴുത്തിട്ട് വേറെ മറ്റേത് വേറെ അങ്ങനെയെല്ലാം കുരുട് വന്നിട്ടും അങ്ങനെയൊന്നും എൻ്റെതൊന്നും വന്നിട്ട് നിങ്ങൾ കാണില്ല. അങ്ങനെ രോഗങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അതെല്ലാം ഞാൻ ഇങ്ങനെ ആദ്യമേ ഞാനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ തീരും. ഫസ്റ്റിലത്തെ ഒക്ടോബർ 20 വീഡിയോ തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരും. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം വേപ്പെണ്ണ മിശ്രിതം കൊണ്ട് ഇതേപോലെ പിന്നെ പുഴു ഇല തിന്നുന്നതിന് എന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊണ്ടുവന്നിട്ട് അടിച്ച് അതടിച്ചതേ ഉള്ളൂ. ബാക്കിയൊന്നും ഞാനൊന്നും അടിച്ചിട്ടില്ല. ബാക്കിയുള്ള മറ്റുള്ള ഇതടിച്ചിന് പിന്നെ പേസ്റ്റ് കൊണ്ടും വിനാഗിരി പേസ്റ്റ് പിന്നെ കഞ്ഞിവെള്ളം അതെല്ലാം എടുത്തിട്ട് അങ്ങനെയെല്ലാം അടിച്ചു കൊടുത്തിട്ട് അങ്ങനെയെല്ലാം അടിച്ചതല്ലേ ഉള്ളൂ. അതെല്ലാം ഈ വിനാഗിരിയെല്ലാം നല്ലതാണ്. അണുക്കളെല്ലാം പോകാൻ വിനാഗിരി നല്ലതാണ്. നമ്മളിപ്പം പിന്നെ പുഴു വരുന്നതിന് നമ്മൾ വിനാഗിരി ഒഴിച്ച് നോക്കില്ല. മാങ്ങിപ്പൂ അച്ചാറുണ്ട്, നമ്മളതിൽ വിനാഗിരിയല്ലേ ഒഴിച്ച് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് പുഴു വരുന്നതായിട്ടാണ് നമ്മളത് ഒഴിച്ച് നോക്കുന്നത് അല്ലേ. ഇതിന് അച്ചാറുണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഈ തൈര് ഇപ്പം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാത്ത ഞാൻ പുറത്ത് വെക്കുന്നത് നമ്മൾ ഈ വിനാഗിരി ഒഴിച്ച് വെച്ചാൽ അതിൽ പുഴു വരില്ല. അങ്ങനെയുണ്ടായി ഒരു ഗുണം. അതുകൊണ്ട് അങ്ങനെയല്ലാന്ന് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളത് അത് നിങ്ങൾ ആണ്. അതുകൊണ്ട് ഉറുമ്പിന് വേണ്ടതാണ് ഇത് അടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഓരോരാൾക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ആവാനിട്ടല്ല. ഞാൻ ഇന്നലെ ഓരോരാൾക്കും ഇങ്ങനെ പറയുമ്പോൾ അതിന് നേരെ എഴുതുമ്പോഴേക്ക് 10 പ്രാവശ്യം ഞാൻ എഴുതിയിട്ട് വേണം അത് നോക്കുമ്പോൾ ഒന്ന് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം കളഞ്ഞു. അപ്പോൾ ഈ ശരിക്ക് കണ്ണും കാണുന്നില്ല. അതുകൊണ്ട് ഒന്ന് തൊടുമ്പോൾ മറ്റേലാണ് വരിക. ഇങ്ങെത്തുമ്പോഴേക്ക് അക്ഷരം ക്ലിയർ ആകുന്നില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ വീഡിയോയിലേക്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് നോക്കുന്നതിനും ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ എഴുതി കഴിഞ്ഞാൽ അഥവാ തെറ്റിപ്പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് തന്നെ പറയും. ഞാൻ ചെയ്യുമ്പോലെയാണ് പറയും. നിങ്ങൾ എന്തെന്നിട്ടും വാർപ്പിൻ്റെ മേലെ നടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ബാഗിൽ മാത്രമേ നടാവൂ. ഗ്രോ ബാഗിൽ നട്ട് നിങ്ങൾ ഇതേപോലെ വാർപ്പിൻ്റെ നട്ടിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടായാലും നമുക്ക് ആദ്യം കുറച്ച് പൈസ മുതലാക്കേണ്ടി വരും. പിന്നെ ഒന്നും നമുക്ക് അതിനകത്ത് കിട്ടുന്ന അനുഭവത്തിൽ കണക്കുണ്ടാവില്ല. അത് നിങ്ങൾ നട്ട് നോക്കിയിട്ട് എന്നോട് പറ. അത് നട്ടിട്ടാൽ എനിക്ക് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എന്നെ വിളിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. കമൻറ്റിട്ടാലും മതി. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ചെയ്തത് ഇതാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അതിപ്പം ഞാനത് പറഞ്ഞു, അതിനുള്ള ഉത്തരം പറഞ്ഞു. ഇനിയിപ്പം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം, ഇനിത്തേനും പറയാം. ഇതിപ്പം തൽക്കാലം നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഇതിപ്പോൾ നമ്മൾ പച്ചക്കറി ആയതുകൊണ്ട് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ലായതുകൊണ്ട് പിന്നെ എൻ്റെ പച്ചക്കറിയെ പറ്റിയിട്ടുള്ള സാമഗ്രി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിക്കാനുള്ളത് കാണിച്ചു തരുന്നത്. പിന്നെ ഇത് നമ്മളിപ്പം കൊണ്ടുവന്നാൽ മാത്രം പറ്റില്ല, വെച്ചിട്ട് കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ. എന്നോട് ആരെങ്കിലും വെച്ച് കുക്കിംഗ് വീഡിയോ, ഞാൻ പറഞ്ഞു കുക്കിംഗ് വീഡിയോ അല്ലല്ലോ. നിങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുന്നില്ലേ, നിങ്ങൾ പച്ചക്കറിയിൽ കൊണ്ടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ തൈര് ഒഴിച്ചു ഇനി തേങ്ങ അരവ് ഒഴിക്കാനാണ് പോകുന്നത്. ഇത് തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചതാണ്. ഇത് തേങ്ങയും ജീരകവും കൂടി വെച്ചു. ഇത് കറി വെന്തു എത്ര വേഗം കറി വെന്തു. നമ്മൾ വേഗം കറിയാവും ഇത് വേഗം നല്ല രുചിയുള്ള കറിയാണ്. നല്ല വൃത്തിയായി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല തേങ്ങയും നല്ലോണം പാകത്തിൽ തൈര് ഒഴിച്ച്, അധികം പുളി കൂടാണ്ട് തൈര് ഒഴിച്ച് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറയാൻ കഴിയില്ല. നമ്മൾ ഇതാ നോക്കണം, വേണ്ട കറി വേണ്ട നല്ല കറി ഇതാ കറി
നല്ല മോർക്കാളനായി. ഇനി കാളെന്നാ പറയാ, നമ്മളെല്ലാം കാളം വെക്കുന്നെന്നാ പറയാം. നേന്ത്രക്കായും ചേനയും കൂടിയാണ് കാളം വെക്കുക. കാളം എന്നാ കറി വെക്കുന്ന കാളൻ, എന്ത് കാളൻ? നേന്ത്രക്കായും ചേനയും എന്നാ പറയാ കാളം വെക്കുന്നുണ്ട്. അതൊരു പ്രത്യേക രുചി തന്നെയാണ് മോർക്കാളൻ. നമ്മുടെ അമ്മേൻ്റെ അച്ഛൻ പിന്നെ ഇടത്തിലാണ്, ഞങ്ങൾ നമ്പ്യാന്മാർ വന്നത്. നമ്മൾ വെച്ചതൊന്നും അച്ഛപ്പം കഴിക്കൂല. നമ്മളെല്ലാം വെക്കാനൊക്കെ കൊടുക്കുക വേണ്ടത്. അവർക്കെല്ലാം ഈ കാളം എന്ന സാധനം നല്ല ഇഷ്ടമാണ്. അവരെ വെച്ചാലും അത്രക്കും ഇഷ്ടമാണ്. അങ്ങനെ വെറും വെളിച്ചെണ്ണയിൽ നനയ്ക്കാൻ അവർ വെക്കുക. അത് കല്ലുവരിയിലാണ് വെക്കുക. നമ്മൾ ഈ ഇതുപോലെയല്ല, കല്ലുവരിയില്ല, ഒരു കരിങ്കല്ലിൻ്റെ കരിങ്കല്ലിൻ്റെ കല്ലുമരി ആണെങ്കിലും പണ്ടലുള്ളവർക്ക് ഇങ്ങനെയുള്ള കല്ലുമരി ഉണ്ടല്ലോ, അതിലാണ് എല്ലാ കറിയും വെക്കുക. എല്ലാ കറിയും എന്ത് സാധനം അന്നേരം അതിൻ്റെ രസമൊന്നും വേറെ തന്നെയാണ്. നമ്മൾ മുമ്പ് മഞ്ചട്ടിയിൽ വെക്കും പോലെ തന്നെ ഇനി ഉണ്ടായാലും കല്ലുമരിയല്ല. പിന്നെ നമ്മളൊന്നും ഉപയോഗിക്കില്ല. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെ ആക്കി അത്ര തന്നെ. കുറച്ച് മുട്ടയിൽ വെച്ചേക്കാം. ഇനി കരിവേപ്പിലിടാ. ഇനിയിപ്പം വറുത്തിടണം. അത് പൊട്ടിച്ചിട്ടിടാം. ഇത് വേണ്ട, കരിവേപ്പിലിട്ടു. തിളച്ച് കഴിഞ്ഞാൽ കറിയായി. ഇനിയിപ്പോൾ കടു പൊട്ടിച്ചിടണം. കടു ഇട്ടുകൊണ്ട് കറി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ കറി ഉണ്ടാ, ഇതാണ് കറി. ഇതാ ഇത് നോക്കാം. ഉണ്ടാ കറി നല്ല രുചിയുള്ള കറിയാണ്. കറി കാണുമ്പോൾ തന്നെ കറി കൂട്ടിയാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മറ്റുള്ള കറിയെക്കാട്ടി എല്ലാ കണ്ടീഷൻ കറിയായിരുന്നു. എനിക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് വെണ്ടക്ക ഇങ്ങനെ വെച്ചിട്ട്. ഇനിയിപ്പം വരുന്ന പറയാൻ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇനി വറുത്തിടട്ടെ. വറുത്തിടാം. കടുക്, കടുക് ഇട്ടേ. കടുക് ഇത് കടുകിട്ടെ. ഉണക്കമുളക് ഒരു കഷ്ണം. ഇത് വെളിച്ചെണ്ണ വെക്കട്ടെ. ഇതിപ്പോൾ ഇന്നത്തെ ഇത് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പച്ചക്കറി നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനത്തിൽ കൊണ്ട് ഓരോ സാധനത്തിനെ കൂടി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. നമുക്കതും ഒന്ന് പഠിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം അതിലേറ്റ സന്തോഷമാണ് നിങ്ങളോട് പറയാനും നിങ്ങളോട് സംസാരിക്കാനും. എനിക്ക് നിങ്ങളോട് ആ ഓരോരോ ആളുടെയും പ്രാർത്ഥനയും കാര്യവും ഓരോരോ കമൻറ്റിലും കേട്ട് എനിക്ക് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഞാൻ. അഹങ്കരിച്ചു പോകുമെന്ന് പറയുമെങ്കിൽ ആഹ്ലാദത്തുണ്ട്, മറ്റു വേറെ അഹങ്കാരമല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അഹങ്കാരം. ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ എനിക്കുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ നിങ്ങളെ കാണാൻ കൂട്ടുമുട്ടാതെ തെറ്റിപ്പോയി എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരാളിന്നല്ല എന്നോട് വന്നിട്ട് നിങ്ങളെ എൻ്റെ നാട്ടുകാരിയാണ് എൻ്റെ അമ്മ. പിന്നെ ചോനോക്കണ്ടിയാണെങ്കിൽ ഹരിദാസൻ്റെ പിന്നെ മോളാണോ ഇതെന്ന് അറിയില്ല. ഹരിദാസൻ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളാഞ്ഞിയിൽ ഗംഗൻ മറ്റേ അങ്ങനെ അവർ കുറേ ഉണ്ട്. അവരാൾക്കറിയാം. ചോനോക്കണ്ടിയുള്ളവർ അതാണ്. ഹരിദാസൻ്റെ മോളായിരിക്കും എനിക്ക് തോന്നി അതിനോട് പറഞ്ഞത്. അപ്പോൾ അവരാണെങ്കിൽ അത് ശരിക്കും കൃത്യമായിട്ട് അത് ഇട്ട് തരണം. അവരെല്ലാം എനിക്കറിയാം, അറിയുന്നത് തന്നെയാണ് അവരാണെങ്കിൽ. അതുകൊണ്ട് ഇതാ കറിയായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറി കറി വാങ്ങി വെക്കാം. കണ്ട കറി, എൻ്റെ കറി ഇതാ കറി കണ്ട, ഇതാ കറി ഇതാണ് കറി. നല്ല മഞ്ഞ കളർ കറിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളടുത്തും ഉണ്ടാക്കി വഴിയല്ലോ, പെട്ടെന്ന് നിങ്ങൾക്ക് കറി ഉണ്ടാക്കാം. ഇതിപ്പോൾ പെട്ടെന്നായില്ലേ. അതുകൊണ്ട് ഇന്ന് ഇത്രയും മതി. അവിടെ എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും പിന്നെ സഹോദരങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും, എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ